എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്നും 13 കിലോമീറ്റർ മാത്രം അകലെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് മാർമല വെള്ളച്ചാട്ടം. കാടിന്റെ മന്ത്രവാദിനി എന്നൊക്കെ അറിയപ്പെടുന്ന മാർമല വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മാർമലയിലെ കുറച്ച് സുന്ദരമായ കാഴ്ചകളും മാർമലയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയി എന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടെ യാത്ര ചെയ്താൽ ഇടത് സൈഡിൽ ആച്ചിക്കാവ് ദേവി മഹേശ്വര ക്ഷേത്രം എന്നൊരു ബോർഡ് കാണാം. ഈ വഴിയിലൂടെയാണ് നമുക്ക് മാർമല വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാർമലയിലെത്താം. വലിയ വീതിയില്ലാത്ത വഴിയാണെങ്കിലും റോഡൊക്കെ ടാർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കി ഒരിക്കലും പോകരുത്. ഗൂഗിൾ അമ്മച്ച് വഴി തെറ്റിച്ച് നമ്മളെ ഒരു വഴിയാക്കും. വഴി തെറ്റാൻ സാധ്യതയുള്ള തക്ക ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റും. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് ഈ കാണുന്ന ചെറിയ കടയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ അരുവി കാണാം. ഇതാണ് മാർമല വാട്ടർഫോൾ എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. വേണമെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടിയുള്ള ചെറിയ വഴിയിൽ കൂടെ ഇറങ്ങി ഇതിന്റെ മുമ്പിൽ നിന്ന് സ്റ്റൈലായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാവുന്നതാണ്. മാർമലയ്ക്ക് പോകുന്ന വഴിയിൽ ഒരല്പം റെസ്റ്റ് എടുക്കാനും ഒരല്പം ദാഹമായിട്ടാനും ഒക്കെ ഇവിടെ എല്ലാവരും ഇറങ്ങാറുണ്ട്. എന്തായാലും ഈ ചെറിയ അരുവിയുടെ കാഴ്ച അതിമനോഹരമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടിവെള്ളം കയ്യിലില്ലാത്തവർ ഈ അരുവിയുടെ സൈഡിലുള്ള കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോകാൻ മറക്കരുത്. കാരണം ഇനി അങ്ങോട്ടുള്ള വഴിയിൽ വേറെ കടകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ അരുവിയൊക്കെ കഴിഞ്ഞ് വീണ്ടും റബ്ബർ എസ്റ്റേറ്റിലൂടെ ഒരു 5 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് മാർമലയിലെത്താം. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്നുമില്ല. എന്നാൽ ഇവിടെ റോഡിന് നല്ല വീതി ഉള്ളതുകൊണ്ട് ഈ കാണുന്ന പോലെ 2 സൈഡിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് 400 മീറ്റർ നടന്നിട്ട് വേണം മാർമല അരുവിയിലേക്ക് പോകാനായിട്ട്. ഇവിടെ വേറെ കടകളൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന ഐസ്ക്രീം വിൽക്കുന്ന ചെറിയൊരു സ്പോട്ട് മാത്രമാണുള്ളത്. ഇവിടെ നിന്നും വേണമെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കഴിച്ച് നമുക്ക് മാർമല അരുവിയിലേക്ക് പോകാവുന്നതാണ്. ഇതാണ് മാർമലയിലെ എൻട്രി ഗേറ്റ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നമുക്കിവിടെ പ്രവേശിക്കാൻ കഴിയും. 30 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള എൻട്രി ചാർജ്. ഈ എൻട്രി ഗേറ്റിന്റെ അടുത്ത് തന്നെ അപകട സാധ്യതാ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ മഴയുള്ളപ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്ന ഇവിടെ ശരിക്കും സീനാണ്. ഒരുപാട് മരണങ്ങളൊക്കെ ഇവിടെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഇട്ട് വൃത്തികേടാക്കരുത് എന്ന ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് 5000 രൂപ നൈസായിട്ട് പിഴയും കിട്ടും. ഈ എൻട്രി ഗേറ്റിന്റെ അടുത്ത് നിന്ന് 400 മീറ്റർ നടപ്പൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ 300 മീറ്റർ നമുക്ക് വലിയ ക്ഷീണവും മടുപ്പും ഒന്നും തോന്നുകയില്ല. കാരണം പോകുന്ന വഴി നല്ല ഫോട്ടോ പോയിന്റുകളും അടിപൊളി കാഴ്ചകളുമാണ്. ചുറ്റിനും ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ലാതെ നമുക്ക് നടക്കാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താറാകുമ്പോഴത്തേക്ക് ഒരു 100 മീറ്റർ ഇതേപോലെ വലിയ പാറക്കെട്ടകളും വള്ളിപ്പടർപ്പുകളുമായിട്ട് നടക്കാൻ ഇച്ചിരി പാടാണ്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഒരു കാടിന്റെ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഈ വാട്ടർഫോളിന്റെ അടുത്തെത്തുമ്പോൾ ഇതേപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2023 രാജസ്ഥാനിൽ നിന്നുള്ള നിർമ്മലും ബാംഗ്ലൂരിൽ നിന്നുള്ള അഖിലേഷും ഈ വെള്ളച്ചാട്ടത്തിൽ പെട്ടെന്ന് വെള്ളം വന്ന് മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. 60 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന് ചുറ്റും ഇടതൂർന്ന വനമുള്ളത് കൊണ്ടൊക്കെ ആവാം കാടിന്റെ മന്ത്രവാദിനി എന്ന പേര് ഇതിന് ലഭിച്ചത്. മഴക്കാലമാകുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ രൗദ്രത ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വെള്ളത്തിന്റെ ശക്തി കൂടാറുണ്ട്. അതുകൊണ്ടാണ് 30 അടി ആഴത്തിലുള്ള കയത്തിലേക്ക് ആളുകളെ ഇറക്കാതിരിക്കുന്നത്. എന്തായാലും വേനൽക്കാലമാണെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി സൂപ്പർബായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള മരങ്ങളും വനത്തിന്റെ ആംബിയൻസും ഒക്കെ ശരിക്കും നമുക്ക് നല്ലൊരു ഫീല് നൽകും. ഇവിടുത്തെ പക്ഷികളുടെ കരച്ചിലും വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും ഒക്കെ ആസ്വദിച്ച് കുറേ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നും താഴേക്ക് വന്നാൽ അവിടെ ഒരു ബാത്തിങ് പോയിന്റ് കാണാവുന്നതാണ്. വെള്ളം ഒഴുകി താഴേക്ക് വന്ന് ചെറിയ കുളം പോലെ രൂപപ്പെട്ടിരിക്കുന്ന ഇവിടെ എല്ലാവർക്കും പേടി കൂടാതെ അറമാദിച്ച് കുളിക്കാവുന്നതാണ്. എന്നാൽ മഴക്കാലത്ത് ഇവിടെ കുളിക്കാൻ അനുവദിക്കാറില്ല. ഇവിടെ ആനചാടിക്കുത്തിലൊക്കെ കാണുന്ന പോലെ ചെറിയ ചെറിയ വിള്ളലുകൾ ഈ പാറകളിൽ കാണാവുന്നതാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനോ ആസ്വദിക്കാനോ ഒക്കെ എപ്പോഴും നല്ല തിരക്കാണ്. ഈ പാറകളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നല്ല വഴുക്കലാണ്. അതുകൊണ്ട് തന്നെ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട്, നിങ്ങളുടെ വാഹനത്തിന് ഇന്ധനം കുറവാണെങ്കിൽ തീക്കോയിൽ നിന്ന് പെട്രോളോ ഡീസലോ ഒക്കെ അടിച്ചിട്ട് വരുന്നതാണ് ബെറ്റർ. അതിനുശേഷം പമ്പ് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. രണ്ടാമതായിട്ട്, ഇവിടെ റെസ്റ്റോറൻറ്റും ടോയ്ലറ്റും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. സ്ത്രീകളുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ വരുന്നവർ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. മൂന്നാമതായിട്ട്, നല്ല മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിന്റെ വന്യമായ സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിലോ ബാത്തിങ് പോയിന്റിലോ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടൊക്കെ വരുന്നവർ ഒരല്പം മഴയൊക്കെ കുറഞ്ഞു നിൽക്കുമ്പോൾ വരുന്നതായിരിക്കും ബെറ്റർ.
ഈ വെള്ളച്ചാട്ടം ഒഴുകുന്ന ഒരു പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റിൽ കൂടി ആയതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിൻ്റെയും ടോയ്ലറ്റിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും ഒക്കെ കുറവ് നമുക്കൊരു പരാതിയായിട്ട് കാണാനൊന്നും കഴിയില്ല. ചെറിയ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നല്ല റോഡ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാർമല വാട്ടർഫാൾ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും മാർമലയിലെ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.